ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ്. പലരും പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടാവും. ചിലർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലർ അയൺ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഒക്കെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഒരാൾക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടേണ്ടത് ഭക്ഷണത്തിൽ കൂടെയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് പലർക്കും ഇന്ന് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥയാണ്. അതായത് എല്ലാവർക്കും വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ്, പലർക്കും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആരോഗ്യം പൊതുവെ കുറയും, ഒരു ക്ഷീണം തോന്നാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. അതായത് ഏതെങ്കിലും ന്യൂട്രിയൻസിൻ്റെ കുറവ് നമുക്കുണ്ടാകുമ്പോഴാണ് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കേണ്ടി വരുന്നത്. 3 സപ്ലിമെൻറ്റ്സിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സപ്ലിമെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം ഭക്ഷണം കറക്റ്റ് ചെയ്യണം, കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ എക്സർസൈസ് ശരിയായ രീതിയിൽ ചെയ്യുക. ഇതൊക്കെ ബിഹേവിയറൽ ടൂൾസിൽ വരും. അതുപോലെ തന്നെയാണ് സൺലൈറ്റ്. രാവിലെയൊക്കെ നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിൽ കൊള്ളാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ബിഹേവിയറൽ ടൂൾസാണ്. അതിന് നമുക്ക് ഒരു ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ പോയി സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിക്കുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി അതിനുശേഷം നമുക്ക് ഏതൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടെത്തിയതിന് ശേഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടത്. അതാണ് ഏറ്റവും ശരിയായ രീതി. 90% പേരിലും ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ ഡി എന്നുള്ളത്. സൺലൈറ്റ് നമ്മുടെ സ്കിന്നിലുള്ള കൊളസ്ട്രോളിൽ നിന്നാണ് കോൾ കാൽസിഫറോൾ എന്നുള്ള വൈറ്റമിൻ D3 ഉണ്ടാകുന്നത്. അപ്പോൾ വൈറ്റമിൻ D3 എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ വളരെയധികം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. കാൽസ്യം കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി കൂടിയേ തീരും. വൈറ്റമിൻ ഡി എന്നുള്ളത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് വേണമെന്ന്. പക്ഷെ അത് കൂടാതെ മസിൽസിൻ്റെ പ്രവർത്തനത്തിന്, അതുപോലെ തന്നെ നാഡികളുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ നെർവ്സിൻ്റെ പ്രവർത്തനത്തിനും വളരെയധികം അത്യാവശ്യമുള്ളതാണ് വൈറ്റമിൻ ഡി എന്നുള്ളത്. അപ്പോൾ വൈറ്റമിൻ ഡിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരം ലഭിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് വെയിൽ കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത്. അതും ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ വെയിൽ കൊണ്ടാലാണ് ആവശ്യമുള്ള വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. 10 മണി മുതൽ 4 മണി വരെ കുറച്ച് സമയം വെയിൽ കൊള്ളാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളത് ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഒരാൾക്ക് ഡെയിലി ആവശ്യമുള്ളത് 600 IU ആണ്. 600 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും ഉള്ള ഡെഫിഷ്യൻസി ലെവൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ ചിലർക്ക് വളരെയധികം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എന്നിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോസേജ് ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. മസിൽ പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ പോലുള്ള കാര്യങ്ങളുണ്ടാവാം. ഇതൊന്നുമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, പനി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മൂഡ് സ്വിങ്സ് പോലെയുള്ള കാര്യങ്ങൾ വരാം. പെട്ടെന്ന് നമ്മൾ ഇറിറ്റബിൾ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും. വൈറ്റമിൻ ഡി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ K2 എന്നുള്ളത്. ഇന്ന് അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അതായത് D3 K2 കോമ്പിനേഷനിലുള്ള സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. കാൽസ്യം റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വൈറ്റമിൻ K2 വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ബ്ലഡിൽ നിന്നുള്ള കാൽസ്യം ബോൺസിലേക്കും, ബോൺസിൽ നിന്നുള്ളത് ബ്ലഡിലേക്കും ആവശ്യത്തിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യുന്നതിന് വൈറ്റമിൻ ഡിയോട് കൂടി വൈറ്റമിൻ K2 കൂടി ഉണ്ടെങ്കിലാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. വൈറ്റമിൻ D3യോട് കൂടി വൈറ്റമിൻ K2 കൂടി ഉള്ള സപ്ലിമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതാണ് വൈറ്റമിൻ B12. ബി കോംപ്ലക്സിൽ വരുന്നതാണ്. വെജിറ്റേറിയൻസിനും അതുപോലെ തന്നെ വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കുമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു വൈറ്റമിനാണ്. അതായത് B12 എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിലുള്ള ബാക്ടീരിയയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കൂടാതെ ആനിമൽ ഫുഡ്സിലാണ് വൈറ്റമിൻ B12 ഉള്ളത്. മാംസത്തിലും അതുപോലെ ഫിഷിൽ, ഡയറി പ്രോഡക്ട്സിലും, തൈരിലും ഒക്കെ തന്നെ ഉണ്ട്. ഇത് കൂടാതെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ധാരാളമായിട്ട് വൈറ്റമിൻ B12 ഉണ്ട്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. അങ്ങനെയുള്ളവർ ഒരു വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി സിംറ്റംസാണ് നമുക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ കൈകളുടെയൊക്കെ അറ്റത്ത്, വിരലുകളുടെയൊക്കെ അറ്റത്ത് നമുക്ക് തരിപ്പുണ്ടാവുക,
അതൊരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ പലർക്കും ചിലപ്പോൾ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. കാരണം ക്ഷീണം ഉണ്ടാവുക അതൊക്കെ വേറെയും പലതിൻ്റെയും ലക്ഷണങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ അവഗണിക്കും. എന്നിട്ട് നമുക്ക് അത്രയും കുറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളതിനെ കെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഒരു വൈറ്റമിൻ B12 ടെസ്റ്റ് നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവും. ഡയബറ്റിക് മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൻറ്റാസിഡ് മെഡിക്കേഷൻസ്, ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ പല മരുന്നുകളും കഴിക്കാറുണ്ടാവും. അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ് കഴിക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. വെജിറ്റേറിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈറ്റമിൻ B12 ടെസ്റ്റ് നടത്തി നിങ്ങളുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഒരു വൈറ്റമിൻ അല്ല, ഒരു ഫാറ്റി ആസിഡാണ്. omega-3 ഫാറ്റി ആസിഡ്സ്. ഇതൊരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന്, അതുപോലെ ഹാർട്ട് ഹെൽത്തിന്, അതുമല്ലാതെ നമ്മുടെ ഓവറോൾ സ്കിൻ ഹെൽത്തിന് ഇതിനൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് വളരെയധികം ആവശ്യമാണ്. നമ്മുടെ ബ്രെയിനിൽ ഉള്ള ഫാറ്റിൽ 70% omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഹെൽത്തിന് വളരെയധികം ആവശ്യമാണ് omega-3 ഫാറ്റി ആസിഡ്സ്. ഫിഷ് പോലെയുള്ള കാര്യങ്ങളിലാണ് അധികമായിട്ടുള്ളത്. വെജിറ്റേറിയൻ സോഴ്സ് ആയിട്ടുള്ളത് ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതുപോലെ വാൽനട്ട്സ്. വെജിറ്റേറിയൻ സോഴ്സിൽ നോൺ വെജിറ്റേറിയൻ സോഴ്സിനുള്ള അത്രയും ക്വാളിറ്റിയുള്ള omega-3 ഫാറ്റി ആസിഡ് അല്ല. അതായത് ഇത് പലതരത്തിലുണ്ട്. EPA, DHA, ALA, ഈ 3 തരത്തിലാണ് omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളത്. ഈ 3 നമുക്ക് ആവശ്യമാണ്. ഒരു ദിവസം 1000 മില്ലിഗ്രാം EPA, DHA കഴിക്കുകയാണ് വേണ്ടത്. 1000 mg EPA ഉള്ള സപ്ലിമെന്റ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്ലഡിലുള്ള ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറച്ച് വെയിൻസിലുമൊക്കെ ബ്ലോക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ട്രൈഗ്ലിസറൈഡ് എന്നുള്ളത്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറച്ച് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളെ തടയുന്നതിന് omega-3 ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ ഹെൽത്തിന് വളരെയധികം ആവശ്യമാണ് omega-3 ഫാറ്റി ആസിഡ് എന്നുള്ളത്. സ്കിന്നിലും ധാരാളം ഫാറ്റി ആസിഡ്സ്, ഫാറ്റുണ്ട്. അതായത് ഗുണകരമായിട്ടുള്ള ഫാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. omega-3 ഫാറ്റി ആസിഡ് അങ്ങനെയുള്ളൊരു തരത്തിലുള്ള ഫാറ്റാണ്. ഇത് ആവശ്യത്തിനില്ലെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യം, അതായത് പലർക്കും ഡ്രൈ ഐസ്, ആവശ്യത്തിന് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കാതെ ഡ്രൈ ഐസ് ഉണ്ടാവാം. അതൊക്കെ ഒരു omega-3 ഫാറ്റി ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാവാം. ഇത് മാത്രമല്ല പലപ്പോഴും സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നതിനും omega-3 ഫാറ്റി ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കാരണമാകും. ഫിഷ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കാം. അതും അല്ലെങ്കിൽ ആൽഗെ പോലെയുള്ള വെജിറ്റേറിയൻ സോഴ്സസ് നിന്നുള്ള omega-3 ഫാറ്റി ആസിഡ്സും ഇന്ന് അവൈലബിൾ ആണ്. ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ആൽഗയിൽ നിന്നുള്ള സപ്ലിമെൻറ്റ്സും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ബ്രെയിൻ ഹെൽത്തിന്, ഹാർട്ട് ഹെൽത്തിന്, സ്കിൻ ഹെൽത്തിന് നമുക്ക് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, ഈവൻ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്കും omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഈ 3 സപ്ലിമെൻറ്റ്സും വളരെയധികം സഹായിക്കും. വൈറ്റമിൻ D, വൈറ്റമിൻ B12, അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഓയിലാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ ഫിഷ് ഓയിലിൽ തന്നെ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഹെവി മെറ്റൽസ് കണ്ടൻറ്റ് ഉണ്ടോ അത് നോക്കി വാങ്ങിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളുടെ ഓവറോൾ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല, നമ്മൾ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ദിവസവും ഈ 3 സപ്ലിമെൻറ്റ്സും നമ്മൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഒന്ന് വൈറ്റമിൻ D, പിന്നെ വൈറ്റമിൻ B12, പിന്നെ മൂന്നാമത് വരുന്നതാണ് ഫിഷ് ഓയിൽ സപ്ലിമെൻ്റ് അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത് തന്നെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.